അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തൽസമാത്തുമായി ബന്ധപ്പെട്ട് ഇമാമുകളുടെ ഏതാനും ഉദ്ധരണികളാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം ചർച്ച ചെയ്തത്. ഇസ്ലാമിന് അന്യമായ ഈ തൽസമാത്തിൻ്റെ ഉത്ഭവം, ഉറവിടം അന്വേഷിച്ച് ചെന്നാൽ ബാബിലോണിയയിലെ ഖൽദാനികളുടെ വിശ്വാസത്തിൽ എത്തി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ നക്ഷത്ര പൂജാരികളായിരുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതും ശുഭ അശുഭ നന്മ തിന്മകളൊക്കെ വരുത്തി തീർക്കുന്നതും നക്ഷത്രങ്ങളായിരുന്നു എന്നാണ് അവരുടെ വിശ്വാസം ഉള്ളത്. ആ വിഭാഗത്തിലേക്കാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവരുടെ ആ വിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്ത് പച്ചയായ തൗഹീദിലേക്ക് കൈപിടിച്ചുയർത്താനാണ് ഒരു പ്രവാചകനെ അള്ളാഹു അവരേക്ക് നിയോഗിച്ചത്. എന്നാൽ ഇന്ന് മുസ്ലിം എന്ന് പേരിൽ ഈ ഒരു വിശ്വാസവുമായി കൊണ്ടു നടക്കുന്ന എത്രയോ പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. ഈ വിഷയങ്ങളെല്ലാം സുവ്യക്തമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തവരാണവർ. എന്നിട്ട് പോലും അതിൽ നിന്നും മാറാതെ ഈ ചികിത്സ ശരിയാണെന്നും അതിനൊക്കെ ഇന്ന വ്യാഖ്യാനങ്ങളുണ്ടെന്നും പറഞ്ഞ് അതിനെ വെള്ളപൂശാൻ നടക്കുന്ന എത്രയോ ആൾക്കാർ. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഏതായാലും ഈ തൽസമാത്ത് ചികിത്സ തെറ്റാണ് എന്നതിൽ, നിഷിദ്ധമാണ് എന്നതിൽ, ഇസ്ലാം വിരോധിച്ചതാണ് എന്നതിൽ അഇമ്മത്തുകളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. എല്ലാവരും ഏകകണ്ഠമായി പറഞ്ഞവരൊക്കെ ഇത് നിഷിദ്ധമാണ്, ഇത് പിശാചുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. നാം മുമ്പ് പറഞ്ഞിരുന്നു, ഈ തൽസമാത്തിൽ ഒരു സുഗന്ധദ്രവ്യങ്ങൾ പുകപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഷായത്തിന് ചുക്കിനുള്ള സ്ഥാനം എത്രയാണോ അത് തന്നെയാണ് തൽസമാത്ത് ചികിത്സയിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകപ്പിക്കുന്നതിനുള്ള സ്ഥാനം. ഈ ഷുമൂസുലന്മാർ എന്ന ഇവരുടെ ഈ തൽസമാത്തിൻ്റെ എല്ലാം വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന കിതാബിൽ ആ രചയിതാവ് നിധിയെടുക്കുന്ന സൂത്രം പരാമർശിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം ഉണ്ട്. ഈ പുകപ്പിക്കുമ്പോൾ, തൽസമാത്തിൻ്റെ സമയത്ത്, ചികിത്സയുടെ സമയത്ത് പുകപ്പിക്കുമ്പോൾ നക്ഷത്രത്തിൻ്റെ ആത്മാക്കൾ ഇറങ്ങി വരികയും അവർ അതിന് ചുറ്റുമിരിക്കുകയും ഈ പുക ഉള്ളിലേക്ക് വലിച്ച് ആസ്വദിക്കുകയും ചെയ്യുന്നു. ഈ പുകയാണത്രേ അവരുടെ ഭക്ഷണ സാധനം. അവരുടെ ഏറ്റവും വലിയ സമ്മാനവും ഈ പുകയാണ്. അപ്പം ഇതൊക്കെ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ചികിത്സ നടത്തുന്നതെന്ന് സാരം. ഇതെല്ലാം പച്ചയായി കിതാബുകളിൽ പരാമർശിച്ചിട്ടും ഇതിൻ്റെ പിന്നിൽ പോകുന്ന സമൂഹം, ഇതിൻ്റെ പിന്നിൽ പോകുന്ന മതപണ്ഡിതന്മാർ, അവർ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ, നമ്മുടെ തൗഹീദ് എത്രത്തോളം ശരിയാണ് എന്നത് നാം ഒക്കെ ഒരു നിമിഷം ആലോചിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ മരണപ്പെട്ടപ്പോൾ ആ നാട്ടിലുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വരുത്തി, റസൂലുള്ളാഹി തങ്ങളുടെ മകൻ മരണപ്പെട്ടതുകൊണ്ടാണ് സൂര്യഗ്രഹണം ഉണ്ടായത്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. അങ്ങനെ പറയാൻ പാടില്ല. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിൻ്റെ ശക്തിയുടെ വിലാസത്തെ അറിയിക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ്. അത് ഒരു വ്യക്തിയുടെ മരണത്തിൽ ഗ്രഹണം ഉണ്ടാകുന്നത് അല്ല. ഗ്രഹണം ഉണ്ടായാൽ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ് വേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിൽ ഫത്ഹുൽ ബാരി 2-ാം വാല്യം 543, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 523,
പേജിൽ വിശദീകരിക്കുന്നത് കാണാം. ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നക്ഷത്രങ്ങൾക്ക് ഭൂമിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന വിശ്വാസത്തിൻ്റെ അടിവേരാണ് അള്ളാഹുവിൻ്റെ റസൂൽ അറുത്തത് എന്ന് മഹാനായ ഇബ്നു ഹജറുൽ തങ്ങൾ അസ്ഖലാനി തങ്ങൾ അതിൻ്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് നാം വളരെ ഗൗനിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് ഈ മേഖല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.